ബാലേട്ടൻ കേരളത്തിലെ മുഴുവൻ ലെൻസ്വെഡ് പ്രവർത്തകരുടെയും മനസ്സിലേക്ക് ഓടിയെത്തുന്ന ആദ്യ നാമം. അദ്ദേഹത്തിൻ്റെ ജീവിതാനുഭവങ്ങൾ തേടിയുള്ള ഈ യാത്ര ഞങ്ങളെ ഏറെ ആവേശഭരിതരും ആകാംക്ഷാഭരിതരുമാക്കിയിരുന്നു. ആകാംക്ഷയ്ക്ക് അറുതി വരുത്തി ഞങ്ങൾ അദ്ദേഹത്തിൻ്റെ വീടിന് മുൻപിൽ എത്തിച്ചേർന്നപ്പോൾ അടഞ്ഞുകിടക്കുന്ന ഗേറ്റും പുല്ലുവളർന്ന മുറ്റവും പഴമയുടെ ചാരുത വിളിച്ചോതുന്ന ഇരുനില വീടുമായിരുന്നു ഞങ്ങളെ എതിരേറ്റത്. സ്ഥാപക നേതാവിൻ്റെ വീടും പരിസരവും ഞങ്ങളിൽ ഏറെ സന്തോഷമുളവാക്കി. PK ബാലൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും ഇവിടെ വളരെ എക്സ്ട്രാ ആയിട്ടുള്ള ഒരു ഇതാണ്. ഇവിടെ വളരെ അറിയപ്പെടുന്ന ഒരു വ്യക്തിയാണ്. കൊടുങ്ങല്ലൂർ ഏരിയയിലെ ടൗൺ സൗത്ത് യൂണിറ്റ് അംഗമായ അനിലിനെ തപാലിൽ ബാലേട്ടനും അന്നത്തെ സംഘടനാ നേതാക്കളും ചേർന്നയച്ച സംഘടനയിലേക്ക് ക്ഷണിച്ചുകൊണ്ടുള്ള കത്താണ് ഈ യാത്രയ്ക്കായി ഞങ്ങൾക്ക് ഏറ്റവും കൂടുതൽ പ്രചോദനം നൽകിയത്. യാത്ര പുറപ്പെടുമ്പോൾ തന്നെ ലെൻസ്വെഡ് വടകര ഏരിയ പ്രസിഡന്റ് ശ്രീ പ്രദീപ് കുമാർ അദ്ദേഹത്തിൻ്റെ വീട്ടിലെത്തിച്ചേരുവാനുള്ള വഴി പറഞ്ഞു തരികയും റോഡരികിൽ ഞങ്ങൾക്കായി കാത്തു നിൽക്കുകയും ചെയ്തിരുന്നു. ബാലേട്ടനുമായി ഒരുമിച്ച് സംഘടനാ പ്രവർത്തനം നടത്തിയ അദ്ദേഹം ഞങ്ങളോടൊപ്പമുള്ള ഓരോ നിമിഷവും അക്കാലത്തെ ഓർമ്മകൾ ഞങ്ങൾക്കായി വിവരിച്ചു തന്നു. കല്ല് ചെത്തിയൊതുക്കിയ വഴിത്താരയിലൂടെയുള്ള യാത്രയിലുടനീളം ഞങ്ങൾ ഏറെ ആവേശഭരിതരായിരുന്നു. പുൽനാമ്പുകളിൽ തട്ടിത്തഴുകി തലോടിപ്പോകുന്ന കാറ്റിനു വരെ ഒരുപാട് കഥകൾ പറയാനുണ്ടായിരുന്നു. അടഞ്ഞുകിടക്കുന്ന പഴമയുടെ പ്രൗഢി വിളിച്ചോതുന്ന ഗേറ്റിനപ്പുറത്തായി ഗതകാല സ്മരണകൾ പേറിക്കൊണ്ട് അദ്ദേഹത്തിൻ്റെ മനോഹരമായ ഇരുനില വീടും എല്ലാ പ്രൗഢിയോടുകൂടിയും തലയുയർത്തി നിൽക്കുന്നുണ്ടായിരുന്നു. ആ വീട് തുറന്നു കാണിക്കുന്നതിനായി ഞങ്ങളെ സഹായിക്കാനായി എത്തിയത് ബാലേട്ടൻ്റെ ജ്യേഷ്ഠൻ്റെ മകൻ സുരേഷ് ആയിരുന്നു. പോകുന്ന വഴിത്താരകളിലുടനീളം ബാലേട്ടനുമായുള്ള അദ്ദേഹത്തിൻ്റെ അനുഭവങ്ങൾ ഞങ്ങൾക്കായി പങ്കുവച്ചു. വീടിന് മുൻവശത്ത് എത്തിച്ചേർന്നപ്പോൾ ഞങ്ങൾക്ക് ആദ്യം കാണാൻ സാധിച്ചത് അല്പം ഉയരത്തിൽ ഭിത്തി കെട്ടിത്തിരിച്ച അദ്ദേഹം അന്ത്യവിശ്രമം കൊള്ളുന്ന സ്ഥലം. മൗനമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഞങ്ങൾ കൈകൂപ്പി നിന്നു. അദ്ദേഹത്തിൻ്റെ ആത്മാവ് ഞങ്ങളുമായി സംവദിക്കുന്നത് പോലെ തോന്നി. പിന്നീട് വീട്ടിലേക്ക് നീങ്ങുമ്പോൾ പോർച്ചിലായി അദ്ദേഹത്തിൻ്റെ സന്തത സഹചാരിയായ രാജദൂത് മോട്ടോർ സൈക്കിൾ പൊടി പിടിച്ചിരിക്കുന്നുണ്ടായിരുന്നു. ആൾത്താമസമില്ലെങ്കിലും വീടിനകം വളരെ വൃത്തിയായി സൂക്ഷിച്ചിരുന്നു. നമുക്ക് ഇന്നേ വരെ ലഭിക്കാത്ത അദ്ദേഹത്തിൻ്റെയും കുടുംബാംഗങ്ങളുടെയും ചിത്രങ്ങളും കൂടാതെ അദ്ദേഹം സ്ഥിരമായി ഉപയോഗിച്ചിരുന്ന വാച്ചും കണ്ണടയും മറ്റു വസ്തുക്കളും വളരെ ഭംഗിയായും ഭദ്രമായും സൂക്ഷിച്ചിരുന്നു. എൻ്റെ പേര് സുരേഷ്. ഞാൻ ബാലേട്ടൻ്റെ ജ്യേഷ്ഠൻ്റെ മകനാണ്. ഞാൻ വടകര ഒരു ഫേമിൽ വർക്ക് ചെയ്യുന്നു. സ്വന്തമായിട്ട് ജ്യേഷ്ഠൻ ആ ഫേമിൻ്റെ MD അതിൽ വർക്ക് ചെയ്യുന്നു. ഏട്ടൻ്റെ മൂത്ത മകൻ ബിജു, മൂപ്പര വൈഫാണിത്. രണ്ടാമത്തത് ഷൈജു, മൂന്നാമത്തെ ആള് ശ്രീജു. ഇവരാണ് 3 മക്കൾ. നമസ്കാരം. ഞാൻ നിങ്ങളൊക്കെ സ്നേഹത്തോടെ ബാലേട്ടൻ എന്ന് വിളിക്കുന്ന ശ്രീ PK ബാലൻ ഡിസൈനേഴ്സ് എന്നയാളുടെ മൂത്ത മകനാണ്. എൻ്റെ പേര് ബിജു. ലെൻസ്വെഡിനെ പറ്റി പറയുകയാണെങ്കിൽ ഒരുപാട് പറയാനുണ്ട്. കാരണം ഞാനൊക്കെ ചെറുപ്പം മുതലേ കാണുന്ന ഒരു പ്രസ്ഥാനമാണ് ലെൻസ്വെഡ്. അച്ഛൻ ലെൻസ്വെഡുമായിട്ടുള്ള അസോസിയേഷൻ നമുക്ക് മനസ്സിലായത് വളരെ വലിയൊരു കമ്മിറ്റ്മെൻ്റ് ആയിരുന്നു. കാരണം ഊണിലും ഉറക്കത്തിലും ഒക്കെ ഞങ്ങളെക്കാട്ടും കൂടുതൽ കാര്യം ലെൻസ്വെഡായിട്ട് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. ഒരുപക്ഷെ ലെൻസ്വെഡിനോട് ഞങ്ങൾക്ക് അസൂയാണെന്ന് വരെ പറയാം. കാരണം എൻ്റെ ഓർമ്മകളിൽ പറയുകയാണെങ്കിൽ രാവിലെ നേരത്തെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ ഒരു കട്ടൻ ചായയായിട്ട് വീട്ടിലത്തെ വരാന്തയിലുള്ള ഒരു ചെയറിൽ, അച്ഛൻ്റെ തന്നെ സ്പെഷ്യൽ ചെയറിൽ, അതിലിരുന്ന് ലെൻസ്വെഡിൽ ഓരോ മെമ്പർമാരെയും ഇങ്ങനെ വിളിക്കും. ബ്രേക്ക്ഫാസ്റ്റ് റെഡിയായി അമ്മ വിളിച്ചു പറഞ്ഞു കഴിഞ്ഞാൽ പോലും അച്ഛന് ചിലപ്പോൾ ഫോണിൽ തന്നെയായിരിക്കും. ഒരു പ്രത്യേക കമ്മിറ്റ്മെൻ്റാണ്. ലെൻസ്വെഡിനെ എങ്ങനെയെങ്കിലും ഒരു പ്രസ്ഥാനമായിട്ട് വളർത്തിയെടുക്കുക, അതിലുള്ള എല്ലാ അംഗങ്ങളെയും ഒരു കുടുംബാംഗങ്ങളെ പോലെ ഒരുമിച്ച് കൊണ്ടുവരിക എന്നൊക്കെയുള്ള ഒരു കൺസെപ്റ്റിലായിരുന്നു അച്ഛന് ലെൻസ്വെഡിനെ ഹൃദയത്തിലേറ്റി കൊണ്ടു നടന്നത്. ഏതെങ്കിലും പൊതു രാഷ്ട്രീയ സംഘടനയിൽ ഉണ്ട്. ഇവിടെ ഒരു കലാലയമുണ്ട്.
ജനതാ കലാലയം എന്ന് പറഞ്ഞാൽ അതിൻ്റെ മെയിൻ ആളാണ്. ഇപ്പോഴും സംഘടന അല്ലെങ്കിൽ ആ കലാലയം എന്നുള്ള സംഭവം ഇപ്പോഴും നിലവിലുണ്ട്. ഇപ്പോഴുണ്ട്, പക്ഷേ അതിപ്പോൾ വളരെ ഉഷാറില്ല. നാട്ടിലെ പൊതുസമ്മതനായ ഒരു വ്യക്തിയായിരുന്നു നമ്മുടെ ബാലേട്ടൻ. തൻ്റെ സൗഹൃദങ്ങളെ കൂട്ടിയിണക്കി 1977 ജനതാ കലാലയം എന്ന പേരിൽ വടകര മയ്യന്നൂരിൽ ഒരു ക്ലബ്ബ് രൂപീകരിക്കുകയും ഓഫീസ് തുറക്കുകയും പൊതുജന വിഷയങ്ങളിൽ ഇടപെട്ടുകൊണ്ട് നാട്ടുകാരുടെ പ്രീതി പിടിച്ചുപറ്റുകയും ചെയ്തിരുന്നു. എൻ്റെ പേര് പ്രദീപ് കുമാർ, ഞാൻ നാദാപുരമാണ്. ഞാൻ ലെൻസ്ഫെഡിൽ ഇപ്പോൾ ലെൻസ്ഫെഡ് സ്ഥാപിക്കുന്നതിൻ്റെ അതായത് ഇപ്പോൾ 98 ലെൻസ്ഫെഡ് ഒന്നിച്ചിട്ടൊരു സംഘടനയായിട്ട് വന്നിട്ടുള്ളത്. അതിന് മുമ്പിട്ട് തന്നെ ഈ മേഖലയിൽ വർക്ക് ചെയ്യുന്നുണ്ട്. ബാലേട്ടനുമായിട്ട് അതിന് മുമ്പേ പരിചയമുണ്ട്. സംഘടനയെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ഏതൊരു ലെൻസ്ഫെഡ് അംഗത്തിൻ്റെയും മനസ്സിലേക്ക് ഓടിയെത്തുന്ന ആദ്യ ചിത്രം ഇന്നത്തെ പകിട്ടും പ്രൗഢിയും ഒന്നുമില്ലാത്ത കാലത്ത് ഒരുപാട് അവഗണനകൾ അതിജീവിച്ച് നമുക്കായി പുതിയ മേഖലകൾ സൃഷ്ടിച്ച മഹാപുരുഷൻ, സമയവും കാലവും സ്വന്തം ആരോഗ്യവും നോക്കാതെ സ്വജീവിതം സംഘടനയ്ക്കായി മാറ്റിവെച്ച ദീർഘദർശിയായ നേതാവ്. കാരണം ബാലേട്ടനെ ഒരാളും അന്യരല്ല, എല്ലാവരും കുടുംബക്കാർ, വീട്ടുകാർ എന്ന സ്ഥിതിയിലാണ്. ഇപ്പോൾ ലെൻസ്ഫെഡ് മറ്റൊന്ന് പറയുമ്പോൾ ബാലേട്ടൻ്റെ മക്കൾ പലപ്പോഴും നമ്മളോട് കംപ്ലൈൻറ്റ് പറയാറ് ബാലേട്ടന് വീട്ടിലുള്ള ആവശ്യങ്ങൾ മിക്കവാറും കിട്ടൂല, ലെൻസ്ഫെഡിൻ്റെ പരിപാടി ഉണ്ടെങ്കിൽ അവിടെ ആയിരിക്കും. അപ്പോൾ മൂത്തമകൻ ബിജു തന്നെ പലപ്പോഴും പറയുന്നുണ്ട്. കാരണം അച്ഛന് എന്ത് പറഞ്ഞു കഴിഞ്ഞാലും ലെൻസ്ഫെഡ് എന്നുള്ള പേരേ ഉണ്ടാവും. അത് തന്നെയായാലും ഇപ്പം ഒന്ന് ആലോചിക്കുമ്പോൾ അച്ഛൻ ആ ഒരു കമ്മിറ്റ്മെൻറ്റും അച്ഛൻ്റെ ആ ഒരു ഡെഡിക്കേഷനും അത് എത്രത്തോളം ലെൻസ്ഫെഡിനെ വളർത്തിക്കൊണ്ടുവരാൻ സാധിച്ചു എന്നതിൽ ഞങ്ങൾക്കൊക്കെ അഭിമാനമുണ്ട്. അതിൽ ഒരുപാട് നല്ല സുഹൃത്തുക്കളെയും നല്ല ലെൻസ്ഫെഡിലെ മെമ്പേഴ്സുമാരായിട്ടുള്ള ഒരുപാട് ആൾക്കാരെയും നമുക്ക് കിട്ടിയതുകൊണ്ട് വളരെയധികം സന്തോഷിക്കുന്നു. ഇന്നിപ്പോൾ നിങ്ങൾ വന്നിട്ടുള്ള അതായപ്പോൾ കൊടുങ്ങല്ലൂർ ഏരിയേൻ്റെ ഭാരവാഹികൾ ഇന്നലെ രാത്രി എന്നെ ബന്ധപ്പെട്ടു. ഇങ്ങനെ ഒരു ഉദ്ദേശം വെച്ചുകൊണ്ട് വടകര ബാലേട്ടൻ്റെ വീട് കാണണം, അവരെ ഫാമിലി ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ അറിയണം എന്ന രീതിയിലേക്ക് ബന്ധപ്പെട്ടപ്പോൾ എനിക്കൊന്ന് പല പരിപാടി. എന്നാലും ഈ ഒരു കാര്യത്തിനായി വരുന്നത് കൊണ്ട് എല്ലാം മാറ്റി വെച്ചിട്ട് നിങ്ങളൊപ്പം ജോയിൻ ചെയ്ത് ഇതിലേക്ക് എല്ലാ ഡീറ്റെയിലും പറ്റാവുന്ന കളക്ഷൻ നടത്തിയിട്ട് വരാൻ വേണ്ടി ഉദ്ദേശത്തിലാണ് ഞാനും കൂടി തയ്യാറായിട്ടുള്ളത്. അസാധ്യമായ നേതൃത്വ ഗുണവും അതിലേറെ നല്ലൊരു മനുഷ്യസ്നേഹിയും മികച്ച ഒരു സംഘാടകനുമായ ബാലേട്ടൻ സമാന ചിന്താഗതി പുലർത്തി വന്നിരുന്നവരുമായി ചേർന്ന് കേരളം മൊത്തം അലഞ്ഞു നടന്ന് അസംഘടിതമായി സ്വന്തം അസ്തിത്വവും നിലനിൽപ്പും വരെ ഭീഷണിയിൽ ആയിരുന്ന ചെറു സംഘടനകളെയും ലൈസൻസികളെയും ഒരുമിച്ച് ചേർത്ത് നമ്മുടെ സംഘടനയുടെ ആദ്യ സമ്മേളനം നടത്തി സ്ഥാപക പ്രസിഡന്റായി സ്ഥാനമേറ്റെടുത്ത ശേഷം തുടർച്ചയായ സമര പരിപാടികളിലൂടെ നമ്മുടെ ഇന്നത്തെ ഈ വളർച്ചയ്ക്ക് വേണ്ടി അശ്രാന്ത പരിശ്രമം നടത്തിയിരുന്നു. നമ്മുടെ ലെൻസ്ഫെഡ് കൊടുങ്ങല്ലൂർ ഏരിയയുടെ നേതൃത്വത്തിൽ ഇത്തവണത്തെ ബാലേട്ടൻ ദിനത്തോടനുബന്ധിച്ചിട്ട് നമ്മുടെ സാധാരണ മെമ്പർമാർക്ക് കൂടുതൽ ബാലേട്ടനെ കുറിച്ച് അറിയുന്നതിന് വേണ്ടിയിട്ടും ഞങ്ങൾക്കും കൂടുതലായിട്ട് ബാലേട്ടനെ അറിയുന്നതിന് വേണ്ടിയിട്ടും ബാലേട്ടൻ്റെ വീടും മറ്റു കാര്യങ്ങളെല്ലാം കൂടുതൽ സന്ദർശിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇന്ന് കൊടുങ്ങല്ലൂർ ഏരിയയുടെ നേതൃത്വത്തിൽ ഇന്നിവിടെ ഞങ്ങൾ എത്തിച്ചേർന്നിട്ടുള്ളത്. ഇവിടെ വന്നപ്പോഴാണ് അദ്ദേഹത്തെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ, അദ്ദേഹത്തിൻ്റെ പ്രവർത്തനവും അദ്ദേഹത്തിൻ്റെ കുടുംബ പശ്ചാത്തലവും കാര്യങ്ങളൊക്കെ ഒരുപാട് അറിയാൻ സാധിച്ചത്. അതിൽ വടകര ഏരിയ പ്രസിഡന്റ് പ്രദീപ് സാറും ബാലേട്ടൻ്റെ ജ്യേഷ്ഠൻ്റെ മകൻ സുരേഷേട്ടനും നല്ല രീതിയിൽ കാര്യങ്ങൾ പറഞ്ഞു തന്നു. ലെൻസ്ഫെഡ് കൊടുങ്ങല്ലൂർ ഏരിയയുടെ പേരിൽ ഒരു ഛായാചിത്രം കുടുംബത്തിന് ഉപഹാരമായി നൽകി ഞങ്ങൾ യാത്ര പറഞ്ഞിറങ്ങി. ജീവിതവീഥികളിൽ സ്വപ്നം കാണാൻ പഠിപ്പിച്ച പ്രസ്ഥാനം, ഒട്ടേറെ മികച്ച സൗഹൃദങ്ങളെ നൽകിയ പ്രസ്ഥാനം, അവഗണനകളുടെ ലോകത്ത് തല ഉയർത്തിപ്പിടിച്ച് നിൽക്കാൻ പഠിപ്പിച്ച പ്രസ്ഥാനം ലെൻസ്ഫെഡ്, എൻ്റെ അഭിമാനം. എല്ലാ ലെൻസ്ഫെഡ് അംഗങ്ങൾക്കുമായി കൊടുങ്ങല്ലൂർ ഏരിയ സമർപ്പിക്കുന്നു.